ഞങ്ങൾ താമസിക്കുന്ന ഏരിയ പ്ലൈമൗത്ത് എന്ന് പറയും. പ്ലൈമൗത്തിൽ ഒരു സെൻട്രൽ പാർക്ക് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ആ സെൻട്രൽ പാർക്കാണ് ഈ പ്രോപ്പർട്ടികളുടെയൊക്കെ പുറകിൽ വരുന്നത്. അത് കഴിഞ്ഞ് ഇതൊരു സെമി ഡിറ്റാച്ച്ഡ് അല്ല, ഇതിന് ടെറസ്ഡ് പ്രോപ്പർട്ടി എന്ന് പറയും. ഒരു വീടിൻ്റെ ചുറ്റും തന്നെ പല വീടുകളുണ്ട്. അങ്ങനെ വീട് കാണിച്ചു തരാം മൊത്തത്തിൽ. എന്താണ് സംസാരിച്ചോണ്ടിരുന്നത്? ഒന്നുമില്ല, ചുമ്മാ പറ. ഒന്നുമില്ല, ഇല്ലട്ടോ, കാര്യമായിട്ടൊന്നുമില്ല. എന്നാലും വീട് കാണിച്ചു കൊടുക്കണ്ട വീഡിയോയില്. അപ്പൊ ഇതാണ് നന്നാവാൻ സമ്മതിക്കൂലെന്നേ. ആന്ന് എല്ലാ ദിവസവും ഞാൻ വിചാരിക്കും ഇന്ന് അടി നിർത്തണമെന്ന്. പക്ഷെ തുച്ചിട്ട പോലെ ഈ പോർക്ക് കുപ്പിയും കൊണ്ടുവരും മനുഷ്യനെ കൊല്ലാനായിട്ട്. ഇന്നൊരു നൈറ്റല്ലേ ബ്രോസ്, അടിക്ക് ഞങ്ങൾ ട്രിപ്പ് ആവട്ടെ. ഒറ്റ മിനിറ്റ്. ഇതാണ് നമ്മൾ താമസിക്കുന്ന വീട്. കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു കൊറിഡോറാണ്. കൊറിഡോർ കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഹോളും ഒരു ലിവിങ് റൂമും ഉണ്ട്. അവനൊക്കെ കുടുംബം നോക്കണ, അവനെ കണ്ട് പഠിക്കണവന്മാരൊക്കെ. ഇവിടെ TV, ഫർണിച്ചർ എല്ലാം ഇതായിരുന്നു. പിന്നെ ചെറിയ രീതിയിലുള്ള സ്നാക്കൊക്കെ ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം ഇവിടെ ഒരു ബെഡ്റൂം, എല്ലാം 4 ബെഡ്റൂമുകളും ഡബിൾ ബെഡ്റൂമുകളാണ്. പിന്നെ എല്ലാവരുടെ കുക്കിങ്ങിനും പരിപാടികളിലൊക്കെയാണ്. പിള്ളേർക്ക് ഫീഡിങ്ങും പരിപാടികളും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു രാത്രിയത്തെ കാര്യങ്ങൾ. പിന്നെ അത് നമ്മുടെ അടുക്കള നല്ല സൗകര്യം. നമുക്ക് നമ്മുടെ വീട്ടിൽ നിൽക്കുന്നവർ തന്നെ ഇവിടെ വന്ന് നിൽക്കാം. പിന്നെ കോട്ടേജിൻ്റെ ഒന്നും ഒരു സെറ്റപ്പ് കിട്ടില്ല, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് നോട്ട് ബാഡ് എന്നല്ല, വളരെ നല്ലതാണ്. ഒത്തിരി സൗകര്യമുണ്ട്. ആ കാണുന്ന ഒരു ബാത്റൂം ടോയ്ലറ്റും ആണ്. പുറകിലെ മിറ്റമുണ്ട്. തണുപ്പായതുകൊണ്ട് ഞങ്ങൾ അധികം യൂസ് ചെയ്തിട്ടില്ല. കലാപരിപാടികളിലൊക്കെ ഞങ്ങൾ പയ്യെ കിടക്കാനുള്ള തിരക്കുകളിലാണ്. ഒന്ന് അങ്ങോട്ട് പോക്കട്ടെ ഏട്ടാ. അത് കഴിഞ്ഞ് സ്റ്റെയർ കയറി പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ബാക്കി ബെഡ്റൂമുകളാണ്. എല്ലാ ബെഡ്റൂമുകളും അത്യാവശ്യം ഓൾമോസ്റ്റ് നല്ല ക്വാളിറ്റി ബെഡ്റൂമുകളാണ്. ഇത് അടുത്ത ബാത്റൂമും ടോയ്ലറ്റും. പിന്നെ ഇതൊരു ബെഡ്റൂം, അത് 2 ബെഡ്റൂമുകൾ. നമ്മുടെ ബെഡ്റൂം ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. ഫിൻസി നീൻ്റെ അകത്തുണ്ടോ? ഇല്ല. ഓക്കെ, ഫൈൻ. ഇത്രയും ഇരിപ്പുണ്ട്. അത്യാവശ്യം ഒരു ബെഡ്റൂം, അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. എല്ലാത്തിലും ഡബിൾ ബെഡ് ഉണ്ട്. പിന്നെ കബോർഡുകളുണ്ട്, ഒരു ടേബിളുണ്ട്, സ്വിച്ച് ബോർഡുകൾ ആവശ്യത്തിലധികം ഉണ്ട്. നമുക്കൊരു ദിവസം ഒരാഴ്ചയൊക്കെ സ്പെൻഡ് ചെയ്യാനാണെങ്കിലും സ്വന്തം വീട് പോലെ നിൽക്കാവുന്ന നല്ലൊരു പ്രോപ്പർട്ടി. പ്രിയമുള്ളവരെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ്. താങ്ക് യു. ഇത് പാട്ടല്ല, ഇതിന്റെ പേര് വേറെ. പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. കൊറേ സമയമായിട്ട് കളിയാക്കണ്. കൊള്ളൂലല്ലേ? വേണ്ടായിരുന്നു. നെക്സ്റ്റ്. അമരമായി ഞാൻ ഉടൻ തുളുമ്പി തൂവി നമ്മൾ തുടി നിറഞ്ഞ് പ്രാണൻ കവിഞ്ഞ് ഈണമായി നമ്മിൽ മെല്ലെ മായാ ഹർഷമായി
കഴിഞ്ഞില്ലേ? ഇനി പാട്ട് പാടാന്ന് പറഞ്ഞ് ഈ പ്രദേശം നിന്നെ കണ്ടുപോരുത്. പിക്കോ. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം. ശരി, കാണാം. ശരി.